ഹായ്. എൻ്റെ മോളുടെ പേര് അവനിക എന്നാണ് കേട്ടോ. 4.5 വയസ്സേ ആയിട്ടുള്ളൂ ആൾക്ക്. പക്ഷേ LKGയിലാണ് പഠിക്കണത്. LKGയിൽ പോകാൻ തുടങ്ങിയിട്ടിപ്പോൾ 5 മാസം ഏകദേശം ആയിട്ടേ ഉള്ളൂ. ഈ സമയത്തിനുള്ളിൽ ആൾ നല്ല വർത്താനപ്രിയയാണ്, സംസാരപ്രിയയാണ്. അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് വഴക്കം കേട്ടിട്ടുണ്ട്, തല്ല് കേട്ടിട്ടുണ്ട്, വർത്താനം പറയണേന്. ക്ലാസ്സിൽ പഠിക്കാനൊക്കെ മിടുക്കിയാണെന്ന് പറഞ്ഞാലും ആദ്യം ചെന്ന സമയത്തൊക്കെ ഒരു പ്രാവശ്യം ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, ആൾ ഒരുപാട് സംസാരിക്കും, ഭയങ്കര സംസാരമാണെന്ന് പറഞ്ഞു. എല്ലാത്തിനും നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. സംസാരപ്രിയയാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. ഞാൻ തമാശയായിട്ട് എടുത്തു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിന് വലിയ സ്കൂളിൽ പോകാൻ ഒരു താല്പര്യവും കാണിക്കാണ്ടായി, പേടിയായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആളുടെ അടുത്ത് ഞാൻ സംസാരിച്ചു. ആളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആൾക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, പേടിയാണ്, ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് സംസാരിച്ചു. ടീച്ചർ അപ്പോൾ പറഞ്ഞു ക്ലാസ്സിലൊക്കെ നല്ല ആക്റ്റീവാണ്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ ടീച്ചർ സംസാരിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞ് വീണ്ടും ഗ്രാജുവലി പതുക്കെ 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 ആൾ വീണ്ടും ആക്റ്റീവായിട്ട് വന്നു തുടങ്ങി. ഇപ്പോൾ ഈയിടെയായിട്ട് വീണ്ടും ആള് നല്ല ആക്റ്റീവാണ്. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ സംസാരിക്കുന്നതിന് തല്ല് കിട്ടിയെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കൊച്ച് എന്താ പറയുക ശിക്ഷാ രീതികളൊക്കെ അനുഭവിച്ചു ഈ 5 മാസത്തിനിടയിൽ. എന്ന് വെച്ചാൽ വലിയ സീരിയസ് ആയിട്ട് പറഞ്ഞല്ല കേട്ടോ, തമാശയായിട്ട് പറഞ്ഞാണ്. സാധാരണ കിട്ടുന്നത് പോലെ തന്നെ ഒരുപാട് വർത്തമാനം പറയുമ്പോൾ സ്ഥലം മാറ്റിയിരുത്തുക, ഫ്രണ്ട് ബെഞ്ചിലേക്ക് മാറ്റിയിരുത്തുക, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞ് ശിക്ഷാവിധികളൊക്കെ അനുഭവിച്ചു. ഇപ്പോൾ ആൾ ഹാപ്പിയാണ്, അതിലൊന്നും വലിയ സങ്കടമൊന്നും ആൾക്കില്ല. അപ്പോൾ വീട്ടിൽ വന്ന് പറഞ്ഞാലും ഞാൻ ആദ്യത്തെ തവണ അവളെ വിഷമിച്ചിരുന്നപ്പോഴും ഇതുപോലെ സംസാരപ്രിയാണെന്ന് പറഞ്ഞപ്പോഴും അവളുടെ അടുത്ത് പറഞ്ഞത് ക്ലാസ്സിൽ മോൾ ഒരുപാട് ടീച്ചറുള്ളപ്പോൾ ബഹളം വയ്ക്കരുത്, പിന്നെ കൂട്ടുകൂടണം. ഒരിക്കലും ടീച്ചർ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് കൂട്ടുകൂടാതിരിക്കുകയോ കുട്ടികളോട് സംസാരിക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുത്തത്. അവൾ ആദ്യ സമയത്തൊക്കെ ടീച്ചർ വഴക്ക് പറയുന്ന സമയത്ത് എല്ലാവരോടും മിണ്ടാതിരിക്കുമായിരുന്നു കേട്ടോ. അവളുടെ വിചാരം ടീച്ചർ വഴക്ക് പറയുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ചീത്ത കുട്ടികളാണ്, അങ്ങനെ ഒരു ചിന്താഗതിയായിപ്പോയി കുട്ടിക്ക്. അപ്പോൾ കൂട്ടുകാരുടെ അടുത്തു നിന്നൊക്കെ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ വീണ്ടും ഞാനത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് സംസാരിക്കണം. ഇപ്പോൾ മിക്ക വീടുകളിലും ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഒരു മോളേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ കൂട്ടായിട്ട്. ഞങ്ങളിവിടെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നത് കാരണം അടുത്തൊന്നും അങ്ങനെ കളിക്കാനൊന്നും പോകാനോ ഒന്നും അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ അടുത്ത് മാത്രമാണ് ഇടപഴകണത്. അപ്പോൾ പുറത്ത് കുട്ടികളുടെ അടുത്ത് മിങ്കിൾ ചെയ്യാനൊക്കെ അവൾ പഠിക്കണത് സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ എങ്ങനെയാ ഒന്നും അറിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, സ്കൂളിൽ പോയാലും കൂട്ടുകാരുണ്ടാകും, കളിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ വിടുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേനും മിണ്ടരുത് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ആ കൺഫ്യൂഷനാവും. ഞാൻ പറഞ്ഞു കൊടുത്തു സ്കൂൾ അങ്ങനെയാണ്, നമ്മൾ അവിടെ നിന്നാണ് ചില അച്ചടക്കങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നത്. അതും വേണം, ആ കൂട്ടത്തിൽ ഫ്രണ്ട്ഷിപ്പ് വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ചില കുട്ടികൾ നമ്മൾ ചിലപ്പോൾ സ്കൂളിൽ വഴക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് വീട്ടിലെ പേരൻസ് പറഞ്ഞു കൊടുക്കും, നീ എന്നുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു കൊടുക്കും ചിലർ, വഴക്കുണ്ടാക്കരുത്, വർത്തമാനം പറയരുത്, ക്ലാസ്സിൽ പോയി ബഹളം വെക്കരുത്, ടീച്ചറിനെ കൊണ്ട് വഴക്ക് കേൾപ്പിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ. പക്ഷേ തീരെ ചെറിയ കുട്ടികളാണ്. എൻ്റെ മോൾക്ക് 4.5 വയസ്സായിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ. ആ പ്രായത്തിൽ അതൊക്കെ സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ അവരത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിനെ ഒരുപാട് ബാധിക്കും. നമ്മൾ വളരെ സിമ്പിളാണെന്ന് കരുതുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് പലതും പഠിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കണം, പ്രത്യേകിച്ചും പെൺകുട്ടികൾ പഠിക്കേണ്ട ഒന്നാണ് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ നല്ല ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്ത ഫ്രണ്ട്സിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് അത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ മോൾക്കത് പറഞ്ഞു കൊടുക്കാനും ഇതിപ്പോൾ പറയാനും കാരണം എൻ്റെ ലൈഫ് ഞാൻ പഠിച്ചത് ഒരു കോൺവെൻറ്റ് സ്കൂളിലാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിലാണ് അതിലും സ്ട്രിക്റ്റാണ്. എൻ്റെ അമ്മ അങ്ങനെ ഒരുപാടൊന്നും സംസാരിക്കുന്നതും ഒത്തിരി ഫ്രണ്ട്സിനെയൊന്നും ക്രിയേറ്റ് ചെയ്യുന്ന അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. പക്ഷേ വീട്ടിൽ നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാ കാര്യങ്ങൾക്കും അവരുണ്ട്. കളിക്കാൻ വരെ എൻ്റെ അപ്പനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്രയും പക്ഷേ അധികം സംസാരിക്കുന്ന, ബഹളം വെക്കുന്നു അങ്ങനെയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിലും പതുക്കെ പതുക്കെ വളരുന്നതനുസരിച്ച് ഫ്രണ്ട്സിൻ്റെ എണ്ണം കുറഞ്ഞു. പിന്നീട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റാതെ, അധികം സംസാരിക്കാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഇത്. സംസാരിക്കുന്നത് കുറഞ്ഞു, പിന്നെ എങ്ങനെ സംസാരിക്കണം എന്ന് അറിയാണ്ടായി. അപ്പോൾ എന്നെപ്പോലും ഒരുപാട് ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം പുറത്ത് ഇറങ്ങി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ഇടപഴകുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ
പണ്ട് പഠിച്ച ഫ്രണ്ട്സ്, പണ്ട് പഠിച്ച കൂട്ടുകാർ കൂടെ പഠിച്ചവർ, ചില ആളുകൾ നമ്മളെ കുട്ടിക്കാലത്തെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണാറുണ്ട് അല്ലേ? പിള്ളേരുണ്ടാവും കൂട്ടത്തിൽ. അവർ ഒരുപാട് വളർന്ന് ഈ ഒരു പ്രായത്തിൽ എത്തിക്കഴിയുമ്പോൾ അവർ വീണ്ടും ഒന്ന് കാണുകയാണെങ്കിൽ, അത്രയും സംസാരിച്ചിരുന്ന കുട്ടികൾ വളരെ പക്വതയോടെ നമ്മുടെ അടുത്ത് ഒരുപാട് സ്നേഹത്തോടെയും എന്നാൽ അതുപോലെ ബഹളം വയ്ക്കാതെ നല്ല എങ്ങനെ സംസാരിക്കണമെന്ന് നന്നായിട്ട് പഠിച്ച് അവർ ആ രീതിയിൽ നല്ല മെച്ചുവറായിട്ട് സംസാരിക്കുന്നത് കാണാം. എന്നാൽ പണ്ട് കുട്ടിയായിരുന്ന സമയത്ത് അധികം സംസാരിക്കാത്ത ചില ആളുകളുണ്ട്. അവർ ഈ ഒരു പ്രായത്തിൽ വളർന്നു കഴിഞ്ഞിട്ട് അവരെ വീണ്ടും കാണുമ്പോൾ ഓവറായിട്ട് സംസാരിക്കുകയും ബഹളം വെച്ച് പെരുമാറുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ടല്ലേ. അതിനൊന്നും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്താണെന്നറിയോ? അതെന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ മുതൽ ആ ഒരു രീതി ശീലിക്കാത്തത് കൊണ്ട്, അച്ചടക്കത്തോടെ അല്ലെങ്കിൽ സംസാരിക്കുന്നത് ശരിയല്ല, അടങ്ങി ഒതുങ്ങി ആ ഒരു രീതിയിൽ പോകുന്നതാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ആയിരിക്കാം സംസാരിക്കുകയും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാകുന്നതും മറ്റുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പെരുമാറുന്നത് കാണുമ്പോൾ എനിക്കത് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പിന്നീട് പതുക്കെ പതുക്കെ ഈ സംസാരിക്കുന്നത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ പറയില്ലേ കതിരെ കൊണ്ട് വളം വയ്ക്കുക എന്ന് പറയുന്നത്. വലിയ ആളുകളായതിനു ശേഷം വീണ്ടും അത് ശീലിച്ച് വരുമ്പോൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എത്ര ഒരു ലെവലിൽ സംസാരിക്കണം, ആരോടൊക്കെ എന്തൊക്കെ പറയണം, പറഞ്ഞാൽ അവരിത് എങ്ങനെയൊക്കെ എടുക്കും, സംസാരിച്ചാലല്ലേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് വലിയ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞ് ആ ഒരു കാര്യം ശീലിക്കുമ്പോൾ അവർ ഓവറായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. അതേസമയം ചെറിയ പ്രായത്തിൽ മുതൽ നന്നായിട്ട് സംസാരിക്കും, ഒരുപാട് ഫ്രണ്ട്സും ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഓവറായിട്ടൊന്ന് സംസാരിച്ചെന്നിരിക്കും, മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അവർ ചിലപ്പോൾ പിണങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് വഴക്കുണ്ടാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ അവർ ശീലിക്കുകയാണ് ഒരു വ്യക്തിയോട് എന്തൊക്കെ പറയണം, എങ്ങനെ പെരുമാറണം. അവർ ചെറിയ പ്രായത്തിൽ മുതലേ അത് മനസ്സിലാക്കി അത് ചെയ്ത് 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 അതിൽ നിന്ന് പഠിച്ചാണ് വലിയ ആളുകളായപ്പോഴത്തേക്കിന് അതിൻ്റെ പാകതയിൽ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടാവുക. എനിക്കൊക്കെ ആ ഒരു രീതിയിൽ വളർന്നതുകൊണ്ട് എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഫാമിലി ലൈഫിലൊക്കെ ആണെങ്കിലും ഇഷ്യൂസൊക്കെ വന്ന സമയത്ത് നമ്മുടെ ഭാഗമൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും നമ്മുടെ ഇമോഷൻസ് പോലും അനുവദിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് സംസാരിക്കാൻ എങ്ങനെ സംസാരിക്കണം, ഓരോരുത്തരോട് നമ്മുടെ ഇമോഷൻസ് പറഞ്ഞ് നമ്മൾ വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ച് ഇങ്ങനെ ഇരുന്നാലല്ല നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ പിന്നീട് മനസ്സിലാക്കി പതുക്കെ പതുക്കെ അതിലേക്ക് വരികയായിരുന്നു. പകുതിയിലേക്കൊക്കെ ഇന്നും ഞാനൊക്കെ മെച്ചുവറായി വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ വിചാരിക്കും എൻ്റെ മോൾ അങ്ങനെ ആയി പോകരുതെന്ന് വിചാരിക്കും. നന്നായിട്ട് സംസാരിക്കണം, അതുപോലെ നല്ലപോലെ ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുമ്പോഴായിരിക്കാം ചിലപ്പോൾ പതുക്കെ മനസ്സിലാകുന്നത് ഇങ്ങനത്തെ കൂട്ടുകാരെ കൊള്ളില്ല, ഇങ്ങനത്തെ കൂടിയാൽ ചിലപ്പോൾ എനിക്കും കൂടി ചിലപ്പോൾ അടി കിട്ടും, അല്ലെങ്കിൽ വഴക്ക് കേൾക്കും, ചീത്ത കൂട്ടുകെട്ടാണ്. അത് ചെയ്താണ് പഠിക്കുക. നമ്മളെല്ലാ കാര്യത്തിലും കൈ കടത്തിയിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ പോരുത് അവരോട് മിണ്ടരുത് എന്ന് പറഞ്ഞു കൊടുക്കാതെ അവരോരോന്നും ചെറിയ നമ്മൾ മാറി നിന്നിട്ട് അവരെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ശ്രദ്ധിക്കുക, തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു അങ്ങനെ ചെയ്യരുത് എന്നല്ല, ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവർ ചെയ്യും. അവർ പറഞ്ഞു കൊടുത്താൽ അവർ ചെയ്യും. ചെയ്തതിന് ശേഷം അവർക്ക് മനസ്സിലാവും ചെയ്യാൻ പാടില്ലായിരുന്നു, അമ്മ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ ചെയ്തു, ഇനി അത് ഞാൻ ചെയ്യില്ല എന്നവർ അത് മനസ്സിലാക്കി അത് ശീലിച്ചോളും. അപ്പോൾ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ്. ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു കഴിവ് തന്നെയാണ്. കൊച്ചു കുട്ടികൾ, പ്രത്യേകിച്ചും ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒക്കെ ഇത് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ വർത്താനം പറഞ്ഞു അല്ലെങ്കിൽ ബഹളം വെച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് കുട്ടികളെ വഴക്ക് പറയാൻ നിൽക്കാണ്ട് അവരോട് കൂട്ടുകൂടുന്നതിൻ്റെയും അതിൻ്റെയൊക്കെ ആവശ്യകത പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർക്ക് മനസ്സിലായിക്കോളും ക്ലാസ്സിലത് പാടില്ല, ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന എന്തിനാണ് അമ്മ ഇങ്ങനെ പറഞ്ഞെങ്കിലും ടീച്ചർ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാവും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പാലിക്കണം. നമ്മൾക്കറിയാമല്ലോ, ആരാധനാലയങ്ങളിൽ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ചെല്ലുമ്പോൾ മറ്റൊരു രീതിയല്ലേ, അപ്പോൾ അവരത് മനസ്സിലാക്കിക്കോളും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യകത, നല്ല രീതിയിൽ സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും മനസ്സിലാവും. അതുപോലെ വിദ്യാലയങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അച്ചടക്കത്തോടുകൂടി പെരുമാറേണ്ടതിൻ്റെ ആവശ്യകതയും അവർ മനസ്സിലാക്കിക്കോളും. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും, അവരെ സ്വയം അതിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ സഹായിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.